3 മിനിറ്റ് 51 സെക്കൻഡ് ഗംഭീര വിഷ്വൽസ്. കേരളത്തിനും ഉത്തരേന്ത്യയ്ക്കപ്പുറം മറ്റു പല രാജ്യങ്ങളുടെ ടോപ്പോഗ്രഫി, വൈഡ് ഫ്രെയിമുകൾ. ഒരു മലയാളം ട്രെയിലർ തന്നെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരു ഡയലോഗ് വരുന്നു. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ആ സമയത്ത് പെരുമഴയാണ്. ആയിരങ്ങൾ കുട പിടിച്ച് ആരെയോ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കിടയിൽ നിന്ന് തോളൊന്ന് ചലിച്ച് അയാൾ കടന്നു വരുന്നു. എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഷോട്ടിന്റെ കളർ ടോണിൽ നിന്നും കുട പിടിക്കുന്നത് ഷാജോൺ കഥാപാത്രം ആയതുകൊണ്ടും അത് പ്രീക്വൽ സ്റ്റോറി ആകാനാണ് സാധ്യതകൾ. എമ്പുരാനെ എന്ന് ഹാർഡ് ഹിറ്റിംഗ് മെയിൽ വോക്കൽ കൂടിയാകുമ്പോൾ പ്യുവർ എൽ ഓറ. ട്രെയിലറിന്റെ തുടക്കത്തിലുള്ള എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ എന്ന ഡയലോഗും, എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. മഴയത്ത് ക്യാമറയുമായി ക്രൗഡിൽ നിൽക്കുന്ന ഇന്ദ്രജിത്ത് കഥാപാത്രവും ഫാസ്റ്റ് എപ്പിസോഡ് ആയിരിക്കും അതെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ആദ്യ ഭാഗത്തിന്റെ ട്രെയിലർ കട്ട് സ്റ്റൈല് തന്നെയല്ലേ രണ്ടാം ഭാഗവും. ഹൂ ഈസ് സ്റ്റീഫൻ എന്നതായിരുന്നു ചോദ്യം. എമ്പുരാൻ ട്രെയിലറിലും നമ്മൾ അന്വേഷിക്കുന്നത് അത് തന്നെയല്ലേ, ഹൂ ഈസ് ഹി. സംവിധായകൻ ഫാസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നൽകുന്ന ക്യൂ, ജതിൻ രാംദാസിന്റെ ക്യൂരിയോസിറ്റി, സായി കുമാർ കഥാപാത്രം പറയുന്ന പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല എന്ന ഡയലോഗ്. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഡ്രഗ് കാർട്ടലുകളും ജിഹാദി ഗ്രൂപ്പുകളും KAക്ക് എതിരാണെന്ന് പറയുന്നത് KA ഉറപ്പായിട്ടും ഖുറേഷി അബ്രഹാം തന്നെയാണ്. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി KAക്കെതിരാണ്. കിഷോർ അവതരിപ്പിച്ച കഥാപാത്രവും ആരെയോ തുടക്കം മുതൽ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയും ബിൽഡപ്പിൽ നിന്നാണ് നമ്മൾ എമ്പുരാനെ കാണുന്നത്. ചുരുളഴിയാത്ത സ്റ്റീഫൻ അബ്രഹാം ലെയറുകൾ തന്നെയായിരിക്കും ഈ ഫ്രാഞ്ചൈസിയുടെ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി ദൈവപുത്രൻ വരട്ടെ എന്ന ഡയലോഗിന് പുറകെയാണ് ലൂസിഫറിൽ ജതിൻ രാംദാസിന്റെ വരവ്. ദൈവപുത്രന്റെ മുഖം കാണിച്ചു വരട്ടെ, ദൈവപുത്രൻ വരട്ടെ. എമ്പുരാൻ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രൈക്കിംഗ് ആയ ഡയലോഗുകളിൽ ഒന്നായിരുന്നു ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുന്നത്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ജതിൻ രാംദാസിന്റെ വരവിൽ ഓപ്പൺ ചെയ്ത ലൂസിഫർ ചാപ്റ്ററിലെ വഴിത്തിരിവായിരിക്കുമെന്ന് തോന്നുന്നു ടോവിനോ കഥാപാത്രത്തിന്റെ ഗ്രേ ഷെയ്ഡ്. എത്രമാത്രം ഗ്രേ ആണ്, അല്ലെങ്കിൽ മുഴുവനായും ബ്ലാക്ക് ഷെയ്ഡ് ആണോ എന്ന് കാത്തിരുന്ന് കാണാം. നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. നിഖത് ഖാനും അഭിമന്യു സിംഗും സുഖാന്ത് ഗോയലും സയ്യിദ് മസൂദ് എപ്പിസോഡിലായിരിക്കുമെന്ന സൂചനകളാണ് ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ സിനിമയിലെ ഒരു എപ്പിസോഡിക് ഡിവിഷൻ തന്നെ സയ്യിദിന്റെ ബാക്ക് സ്റ്റോറിയും ഖുറേഷിയിലേക്ക് സയ്യിദ് എത്തുന്നതായിരിക്കാം. ആദ്യ ഭാഗത്തിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതിരുന്നത് കൊണ്ട് തന്നെ പൃഥ്വിരാജ് കഥാപാത്രത്തിന്റെ ഇമോഷണൽ ലെയറുകൾ കൃത്യമായി എമ്പുരാനിൽ റിവീൽ ചെയ്യും. പ്രിയദർശിനി ജതിൻ നേർക്കുനേറുന്നത് സിനിമയുടെ ഡ്രാമ ബേസ് ഉറപ്പിക്കുന്നതിലും അബ്രാം ഖുറേഷിയുടെ സ്റ്റീഫനായുള്ള തിരിച്ചുവരവിന് കാരണമായിരിക്കും. പ്രിയദർശിനിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓടിയെത്താൻ സ്റ്റീഫൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നേർക്കുനേർ നിൽക്കുന്നത് ജതിനാണെങ്കിലോ. ജതിൻ രാംദാസ് തന്നെ പറയുന്ന ഡയലോഗ് ട്രെയിലറിലുണ്ടല്ലോ, നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ടെന്ന്. ആർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയാത്ത സ്റ്റീഫനെ ജതിൻ ക്രാക്ക് ചെയ്താൽ, സ്റ്റീഫൻ ആരാണെന്ന് ജതിൻ അറിഞ്ഞാൽ, ഒരുപക്ഷെ എമ്പുരാനും കേരള പൊളിറ്റിക്കൽ സിൻഡിക്കേറ്റും ഫേസ് ഓഫ് ആണെങ്കിലോ. ഗോവർദ്ധന്റെ ഒരു ഡയലോഗിന്റെ ട്രെയിലറിൽ സ്റ്റീഫൻ കം ബാക്ക്, സേവ് ഗോഡ്സ് ഓൺ കൺട്രി എന്നത്. So Stephen, come back. Save your land. Save God's own country. ടീസർ ഇറങ്ങിയ സമയത്ത് ഏറ്റവും അധികം എക്സൈറ്റഡ് ആയത് എന്തോ കത്തുന്നതിന് മുന്നിൽ മുണ്ട് മടക്കി കുത്തി നിൽക്കുന്ന സ്റ്റീഫനെ കണ്ടപ്പോഴായിരുന്നു. മുണ്ട് മടക്കി കുത്തിയപ്പോഴും ബ്ലാക്ക് ഷർട്ടിലാണ് സ്റ്റീഫന്റെ അറ്റയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ലൂസിഫർ എന്ന ഡയലോഗ് കൂടി ട്രെയിലറിന്റെ അവസാന ഭാഗത്തിലുണ്ട്. Who are you really? ലൂസിഫർ. പ്രസന്റിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുന്നത് ബ്ലാക്കിലായിരിക്കും. മുണ്ട് മടക്കി കുത്തി ക്യാമറയ്ക്ക് നേരെ കൈ ചൂണ്ടി വാട എന്ന് വിളിക്കാതെ തന്നെ മാസീവ് അപ്പീൽ സെറ്റ് ചെയ്ത് ട്രെയിലറിന്റെ ഇംപ്രസീവ് ഫാക്ടറുകൾ ഒന്നായിരുന്നു. Save God's own country. ബോണ്ട്, മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ കണ്ട തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലെ സ്ട്രീറ്റുകളിലൂടെയുള്ള പോലീസ് കാർ ചേസും അബ്രാം ഖുറേഷിയുടെ മൈറ്റി വാക്കും ലാർജ് ക്രൗഡ് ഷോട്ടുകളും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 1-to-1 കോമ്പാറ്റ് ഫൈറ്റുകളും ഒരു പിടി വെപ്പൺസും സിനിമയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. 5 വർഷം കൊണ്ട് എമ്പുരാൻ ഫ്രാഞ്ചൈസിയിൽ എന്ത് സംഭവിച്ചു എന്ന് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം.
666 നമ്പറുള്ള ബ്ലാക്ക് അംബാസിഡർ കാറും മോഹൻലാലിന്റെ ഐക്കോണിക് ഐ ഷോട്ടും. ട്രെയിലറിൽ മോഹൻലാലിന്റെ ഇൻട്രോ ഷോട്ടിന്റെ സമയത്ത് എൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ പുറകിലുള്ള സിംബലുകളും ഇല്ലുമിനാറ്റി സാധ്യതകളെ തള്ളിക്കളയാനാകാത്ത വിധം ശക്തമാക്കുന്നുണ്ട്. ക്യാരക്ടർ പോസ്റ്ററിന് മുന്നേയുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു പുറം തിരിഞ്ഞ് ചുവന്ന ഡ്രാഗനുള്ള കുപ്പായം ധരിച്ചത് ആരാണെന്ന്. യക്കൂസ ഗ്യാങ്ങുമായി റിലേറ്റ് ചെയ്ത് തിയറികൾ ഉണ്ടെങ്കിലും ട്രെയിലറിലും ആ ക്യാരക്ടർ റിവീൽ ഇതുവരെ നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ അനവധിയാണ്, ഉത്തരങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടറിയണം. ഐമാക്സ് അടക്കമുള്ള ഫോർമാറ്റുകളിൽ സിനിമ വരുമ്പോൾ കാഴ്ച അനുഭവം തിരഞ്ഞെടുക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നിങ്ങൾ ട്രെയിലറിൽ കണ്ടുപിടിച്ച ബ്രില്യൻസ് ഡീറ്റെയിൽസ് കമന്റ് ചെയ്യും.